ഹായ്. അപ്പോഴേ ഇന്ന് രാത്രിത്തെ ഫുഡ് എന്താണെന്ന് അറിയാമോ? ഗോതമ്പിൻ്റെ പുട്ടും ചിക്കൻ കറി. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഇത്തിരി ചാറാക്കി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് റെഡിയാക്കിയ കറിയാണ് കേട്ടോ. ഇതിൽ ഇത്തിരി തേങ്ങയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ എടുത്തേക്കണ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യലി. അപ്പോഴേ നമുക്ക് രാത്രിത്തേക്ക് ഗോതമ്പിൻ്റെ പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കണതാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും തക്കാളിയുമാണ് എടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്. പിന്നെ ഒരു 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ പുരട്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് എടുക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ചിക്കനാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ കുറച്ച് നാളായി മേടിച്ചിട്ട്. കഴിഞ്ഞ ഈസ്റ്ററിന് മേടിച്ചതാണ്. പിന്നെ ചിക്കനൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ചിക്കൻ വാങ്ങിച്ച് ഞാനോർത്തേ 2-3 ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി വെച്ചാലുണ്ടല്ലോ, നാളെ കാലത്തൊക്കെ ആവും. രാത്രിയിൽ ഇപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂടി വെക്കാം. അപ്പം നമ്മുടെ കറി നോക്കാം. ചിക്കൻ കറി തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങില്ലാത്ത കഷായം ഇല്ല കേട്ടോ. ചിക്കനായാലും ഇറച്ചിയായാലും എന്തായാലും ഉരുളക്കിഴങ്ങോ കപ്പയോ കറച്ചക്കയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുള്ളൂ. വെറുതെ വെക്കണ പരിപാടിയില്ല. ഇതിപ്പോൾ പുട്ടിന് കഴിക്കാനല്ലേ, അതുകൊണ്ട് ഇത്തിരി ചാറിൽ റെഡിയാക്കും. അപ്പോൾ ഉപ്പ് ഞാൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് പോരെങ്കിലും ഇടാം. ഇപ്പോൾ ചാറിന് ഉപ്പൊക്കെ ഉണ്ട്. റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതാണ് ഇട്ട് കൊടുക്കാം. തേങ്ങ മിക്സിയിലടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ചാറിനൊരു കൊഴുപ്പ് കിട്ടാനുമാണ്, പിന്നെ ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്ത് ഞാൻ അരച്ചിട്ട് ഈ തേങ്ങ അരച്ചത് നമ്മൾ ഇട്ടല്ലേ ഉള്ളൂ. ഇതിൽ കിടന്ന് ഒന്ന് സെറ്റാവട്ടെ ഒരു 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ തേങ്ങ അരപ്പിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റോളം മൂടി വെച്ചിരുന്നു. കറിയൊക്കെ റെഡി ആക്കണേയാണ്. തീ ഓഫ് ചെയ്യാട്ടോ. ഇത്രയും ചാറ് വേണം. ഗോതമ്പിൻ്റെ പുട്ടിന് തിന്നണമെങ്കിലേ നല്ല ചാറ് തന്നെ വേണം. അപ്പോൾ ഇത് കൂറുകൂറ ചാറാണ്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ടിനുള്ള ചിക്കൻ കറി റെഡിയായി. ഓക്കേ.
കഴിക്കാം. അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടിനുണ്ടല്ലോ പീരയൊന്നും ഇല്ലാത്ത പുട്ടാണ് കേട്ടോ അത്. ചെറിയൊരു കഷ്ണം പുട്ടെടുക്കാം. ചെറിയ കഷ്ണം കേട്ടോ ഇത്. വീഡിയോയിൽ വലുതായിട്ടൊക്കെ കാണും. കമൻ്റ് ഇടരുത്, പൊങ്കാലിടരുത്. ഇത്തിരി ചിക്കൻ കറി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ചാറ് മതി കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങിട്ടാണ് കേട്ടോ വെക്കണത്. ഇത് ഉരുളക്കിഴങ്ങില്ലാത്ത കഷായം കേട്ടോ ഇവിടുത്തെ. ചിക്കനാണെങ്കിലും താറാവാണെങ്കിലും ഉരുളക്കിഴങ്ങിട്ടേ വെക്കുകയുള്ളൂ. അതങ്ങനെയാണ്. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ചാറ് ഇത്തിരി അധികം എടുക്കട്ടെ. ഗോതമ്പിൻ്റെ പുട്ടാണ്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ കുറച്ച് ചാറ് അധികം വേണ്ടി വരും. എന്നാലേ ഇതൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ. കാരണം ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ടാ കേട്ടോ. അപ്പോൾ ഇത്തിരി ചാറിന് ഇത്തിരി കൊഴുപ്പും കിട്ടും. ചാറ് ഇത്തിരി കൂട്ടുകയും ചെയ്യാം നമുക്ക്. കുറേ നാളായി പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി കേട്ടോ. ചിക്കൻ മേടിച്ചിട്ട് തന്നെ കുറേ നാളായി. ഈസ്റ്ററിന് എന്തോ മേടിച്ചതാണ്, പിന്നെ മേടിച്ചിട്ടില്ല. അപ്പോൾ അടിപൊളിയാണ്. നല്ല ചൂടുണ്ട്, തൊടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ ഇതാണ്. ഗോതമ്പിൻ്റെ പുട്ടും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ചിക്കൻ കറി നാളെ കാലത്തൊക്കെ ഉണ്ടാവും. നാളെ കാലത്ത് പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കറി അങ്ങനെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ഗുഡ് നൈറ്റ്, ബൈ.